ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇഗ്നോ ബി എ സോഷ്യോളജിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളും ഓരോ കോഡുകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ബി എ സോഷ്യോളജിയുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് BAFSO എന്നാണ്. ഇപ്പം കാരണം ഈ ഒരു പ്രോഗ്രാം കോഡിനെ കുറിച്ച് പറയാനുള്ള കാരണം, നിങ്ങൾ ഇഗ്നോയുടെ പോർട്ടലിൽ ഓൺലൈനായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ ഒരു പ്രോഗ്രാം നെയിമിനോടൊപ്പം തന്നെ ബി എസ് സോഷ്യോളജി എന്ന ഈ ഒരു പ്രോഗ്രാം നെയിമിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കോഡും കാണാൻ സാധിക്കും. അപ്പം അവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കോഡും ഈ പ്രോഗ്രാമും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ജാനുവരി 2024 സെഷൻ മുതൽ ഇഗ്നോ സ്വന്തം കോഴ്സുകളിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഇഗ്നോ 2 ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ് ആണ് BA സോഷ്യോളജിക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പം ഇവിടെ 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ബാച്ചിലർ ഡിഗ്രി മേജർ പ്രോഗ്രാമിൻ്റേതായിരിക്കും. അതേ സമയത്ത് 3 വർഷം കഴിഞ്ഞു 4th ഇയറും കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമിൻ്റേതായിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, ഇഗ്നോ ജാനുവരി 2024 സെഷൻ മുതൽ 4 ഇയർ ഡിഗ്രി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ NEP പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ന്യൂ സംവിധാനമാണ് 4 ഇയർ ഡിഗ്രി. അപ്പം ഈ ഒരു 4 ഇയർ ഡിഗ്രി വന്നതിന് ശേഷമാണ് ഇഗ്നോ ഇത്തരത്തിലുള്ള 2 ടൈപ്പ് ഓഫ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇവിടെ BA സോഷ്യോളജിയുടെ കാര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള 3 ഇയേഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഡിഗ്രി മേജർ പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ 4 ഇയർ കൊണ്ടാണ് ആ ഒരു BA സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ 4 ഇയർ ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റുമാണ് ഇഗ്നോ ഓഫർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് 10+2 അല്ലെങ്കിൽ ഇറ്റ്സ് ഈക്വലൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റിയാണ്, ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. അപ്പം അത് കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ അടുത്തത് പരിഗണിക്കാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിക്കുക, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഇഗ്നോ ലാംഗ്വേജുകളല്ലാത്ത എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് 2 മീഡിയംസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പം ഇവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസും 2 രൂപത്തിൽ ലഭിക്കുന്നതാണ്, ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസ് നൽകുന്നതും അല്ലെങ്കിൽ എക്സാം എഴുതാനും 2 ലാംഗ്വേജുകളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ ലാംഗ്വേജുകളും അതാത് ഭാഷകളിൽ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പം BA ഇംഗ്ലീഷ് ആവട്ടെ, മറ്റേത് കോഴ്സുകളാവട്ടെ, ലാംഗ്വേജ് കോഴ്സുകളാവട്ടെ, ആ കോഴ്സുകളെല്ലാം തന്നെ അതാത് മീഡിയത്തിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യം, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് BS. അപ്പം നിങ്ങൾ 3 ഇയേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ടിൽ ദി 6 ഇയേഴ്സ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് നിങ്ങൾ ഓണേഴ്സ് പ്രോഗ്രാം ആണ് ചെയ്യുന്നതെങ്കിൽ 4 ഇയർ ഡിഗ്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഹാവ് ടു കംപ്ലീറ്റ് മിനിമം എന്ന് പറയുന്നത് 4 ഇയേഴ്സ് ആണ്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ടിൽ ദി 8 ഇയേഴ്സ് വരെ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ 8 വർഷത്തിനിടയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നതാണ്. ഓക്കെ. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഫീസ് സ്ട്രക്ചറാണ്. അപ്പം നമുക്ക് ഇവിടെ ഓരോ വർഷത്തിലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓരോ വർഷവും നമ്മൾ രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ട് വരും. ആ ഒരു രജിസ്ട്രേഷൻ്റെ സമയത്താണ് നമ്മൾ ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഓരോ വർഷത്തേക്കും വി ഹാവ് ടു പേ 5,000 റുപ്പീസ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അഡ്മിഷൻ്റെ സമയത്ത് ഈ ഒരു വർഷത്തിൽ നമ്മൾ നടത്തുന്ന പേയ്മെൻ്റ് അല്ലാതെ ഒരു അഡീഷണൽ എമൗണ്ട് 300 റുപ്പീസും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇഗ്നോ ഫീ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ഫീസുകളെല്ലാം തന്നെ ഇഗ്നോ സ്വീകരിക്കുന്നത് ഡെബിറ്റ് കാർഡ് വഴിയും, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ UPI ID വഴിയും, അതുപോലെ തന്നെ
ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയൊക്കെയാണ് ഇഗ്നോ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഫീ പേയ്മെൻറ്റുകൾ റിസീവ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ എമൗണ്ട് 3 ഇയേഴ്സിനേക്ക് വരുന്നത് 15,000 റുപ്പീസാണ്. ഇനി 4 ഇയർ ഡിഗ്രിയുടെ കേസിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 20,000 റുപ്പീസാണ് ടോട്ടൽ എമൗണ്ട് BA സോഷ്യോളജിക്ക് വരുന്നത്. പിന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇയർ വൈസ് ആണ്. നമുക്ക് കാണാം ഇഗ്നോയുടെ BA ഡിഗ്രി പ്രോഗ്രാമുകളുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ സിലബസ് സെമസ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇഗ്നോ എക്സാംസ് നടത്തുന്നത് ഇയർ വൈസ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇഗ്നോ വർഷത്തിൽ 2 തവണ എക്സാംസ് നടത്താറുണ്ട്, ഡിസംബർ ആൻഡ് ജൂൺ. പക്ഷേ നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തി 1 ഇയർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പക്ഷേ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്തി അഡ്മിഷൻ എടുത്തു, നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് അല്ലേ, ഇനിയിപ്പം നമുക്ക് ബാക്ക് പേപ്പറൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തൊട്ടടുത്ത സെഷനിൽ തന്നെ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും, ബാക്ക് പേപ്പറുകൾ എഴുതിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ബാക്ക് പേപ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് തൊട്ടടുത്ത സെഷനിൽ തന്നെ എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കും. പിന്നെ ഇഗ്നോയുടെ മറ്റൊരു പ്രത്യേകത, ഓരോ സെഷനിലും എല്ലാ പേപ്പേഴ്സും എക്സാംസ് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് പേപ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ നമ്മൾ പോകുന്ന സാഹചര്യങ്ങളോ അങ്ങനെ ഏതെങ്കിലും എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പോലും നമുക്ക് അടുത്ത സെഷനിൽ തന്നെ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അഡ്മിഷൻ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ നേരെ എക്സാമിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇഗ്നോ വർഷത്തിൽ 2 തവണ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, ജാനുവരിയിലും അതുപോലെ തന്നെ ജൂലൈയിലും. അപ്പം ഇഗ്നോ അഡ്മിഷൻ്റെ കാര്യത്തിലും ഒരുപാട് ഫ്ലെക്സിബിളാണ്. വർഷത്തിൽ 2 തവണ നമുക്ക് അഡ്മിഷൻ എടുക്കാനും സാധിക്കും. പിന്നെ മറ്റൊന്നാണ് ഇവാലുവേഷൻ ആൻഡ് എക്സാമിനേഷൻ. അപ്പം ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം ഇഗ്നോ ഇവാലുവേഷന്, അസൈൻമെൻറ്റിനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സാമിനേഷനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോ പേപ്പേഴ്സിനും 35 വെയിറ്റേജ് വരുന്നത് അസൈൻമെൻറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അസൈൻമെൻ്റ് ആയാലും ടേം ആൻഡ് എക്സാമിനേഷൻ ആയി കഴിഞ്ഞാലും 35% മാർക്ക് മിനിമം പാസ്സാവാൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഓരോ എക്സാമിനും നിങ്ങൾ അപ്പിയർ ചെയ്യണമെങ്കിൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ അതാത് പേപ്പേഴ്സിൽ അതാത് കോഴ്സിലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. അപ്പം നിങ്ങളൊരു എക്സ്റ്റേണൽ പേപ്പറിൽ ഒരു കോഴ്സിന് നിങ്ങൾ പാസ്സാവണമെങ്കിൽ അതാത് കോഴ്സിൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. അപ്പം ആ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതുമായി ബന്ധപ്പെട്ട്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ട് ഷെയർ ചെയ്യുന്നതാണ്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.